24 ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള പുഷ്പാഞ്ജലി, ഈ ഒരു പുഷ്പാഞ്ജലിയെ പറ്റിയിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ പറയാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു പുഷ്പാഞ്ജലിയാണ് ഇത്. കൃത്യമായിട്ട് ചെയ്യുകയും അവരുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ സകല ഐശ്വര്യങ്ങളും നേടിയെടുക്കുവാൻ സഹായിച്ച, ഏറ്റവും ഭംഗിയായി നടത്തുവാൻ സഹായിച്ച ഒരു പുഷ്പാഞ്ജലിയാണ് ഇത്. ഞാനിത് പറഞ്ഞു കൊടുത്ത ഒരുപാട് പേര് ഇത് ചെയ്തിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, തിരുമേനി അങ്ങ് പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്തു, അത് കൃത്യമായിട്ട് വഴിപാട് ചെയ്ത് ഇത്രയും നാൾ കാര്യം നടന്നു കിട്ടി. തിരുമേനി അങ്ങ് പറഞ്ഞ പോലെ തന്നെ നടന്നു, കൃത്യമായിട്ട് വഴിപാട് ചെയ്ത് ഇത്ര നാളുകൊണ്ട് കാര്യം നടന്നു കിട്ടി, വഴിപാട് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ കാര്യം സംഭവിച്ചു, ഉടനായിരുന്നു ഫലം, ഈ ഒരു അത്ഭുതം എന്നോണം തോന്നുന്നു എന്നൊക്കെ ഒരുപാട് പേര് വന്ന് പറഞ്ഞ ഒരു വഴിപാടാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ പോകുന്നത്. ശിവക്ഷേത്രത്തിലാണ് ചെയ്യേണ്ടത്. ഞാൻ ഈ പറയുന്ന രീതിയിലൊക്കെ ചിട്ടയോടുകൂടി നിങ്ങൾ ഇത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എത്ര വലിയ ദുഃഖവും തീരും, എത്ര വലിയ സങ്കടവും മാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നിങ്ങളുടെ മനസ്സിൽ നേർന്നുകൊണ്ട് ഈ വഴിപാട് ചെയ്യുന്ന ഏതൊരു കാര്യവും നിങ്ങൾക്ക് നടന്നു കിട്ടും. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഈശ്വര കൃപയാൽ വന്നു നിറയുന്ന ഒരു അത്രയധികം ശക്തിയുള്ള ഉടൻ ഫലം കിട്ടുന്ന ഏറിയ പുഷ്പാഞ്ജലി വഴിപാടാണ് ഈ ഒരു അധ്യായത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ശിവക്ഷേത്രത്തിലാണ് ഇത് ചെയ്യേണ്ടത്. ശിവക്ഷേത്രം എന്നൊക്കെ പറയുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള കേരളത്തിലെ ഏത് ശിവക്ഷേത്രങ്ങളിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു വഴിപാട് ചെയ്യുവാൻ സാധിക്കും. ഇനി നിങ്ങൾ നാട്ടിലില്ല, മറ്റൊരു ദേശത്ത് താമസിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവിടുത്തെ ക്ഷേത്രത്തിൽ ചെല്ലാൻ പറ്റണമെന്നില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്യനാട്ടിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലാണ്, മറ്റ് സംസ്ഥാനങ്ങളിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്തബന്ധമുള്ള മറ്റ് ആർക്ക് വേണമെങ്കിലും നാട്ടിൽ നിന്ന് ചെയ്യുവാൻ സാധിക്കും. നിങ്ങളുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ വഴിപാട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഈ വഴിപാട് തുടങ്ങുന്നതിന് മുൻപായിട്ട്, അതായത് ഈ പുഷ്പാഞ്ജലി ചെയ്യുന്നതിന് മുൻപായിട്ട് ആദ്യം തന്നെ ഇത് നിങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ക്ഷേത്രം മനസ്സിൽ കാണണം എന്നുള്ളതാണ്. അത് വലിയ ക്ഷേത്രം ആണോ അല്ലെങ്കിൽ ചെറിയ ക്ഷേത്രമാണോ എന്ന് നിർബന്ധമില്ല, മഹാശിവക്ഷേത്രം ആവണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ വീടിനടുത്തുള്ള ഏത് ശിവക്ഷേത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം. ശിവക്ഷേത്രത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതേസമയം ശിവപ്രതിഷ്ഠയുള്ള മറ്റ് പ്രധാന ദേവനായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ, അതായത് ഉപപ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഇത് ചെയ്യേണ്ട. ശിവക്ഷേത്രം ശിവ മഹാപ്രതിഷ്ഠയായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ശിവക്ഷേത്രത്തിൽ വേണം ഈ ഒരു വഴിപാട് ചെയ്യുവാനായിട്ട്. ചെയ്യുന്നതിന് മുൻപ് ആദ്യം ചെയ്യേണ്ട കാര്യം, ഇത് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന അമ്പലത്തിൽ പോയി അവിടെ ഗണപതി പ്രതിഷ്ഠയിൽ തേങ്ങയുടച്ച് ഭഗവാന് കറുകമാല, അതായത് ഗണപതി ഭഗവാന് കറുകമാല ചാർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് 12 ഏത്ത വിട്ട് ഈ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ഒരു വഴിപാട് നിങ്ങൾ ചെയ്യുവാനായിട്ട് എന്നാണ് പറയുന്നത്. കാരണം ഏതൊരു പൂജയിൽ, ഹോമമായിക്കോട്ടെ, ഏതൊരു കർമ്മമായിക്കോട്ടെ, ഇനി ഗൃഹപ്രവേശമായിക്കോട്ടെ, ഏതൊരു കർമ്മത്തിനും നമുക്ക് പൂർണ്ണ ഫലം അതിന് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ഗണപതി ഭഗവാനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗൃഹപ്രവേശത്തിനൊക്കെ ആദ്യം തന്നെ ഗണപതി ഹോമം കഴിപ്പിക്കുന്നത്. വിഘ്നേശ്വരൻ ഗണപതി ഭഗവാൻ ഇല്ലാത്തൊരു പൂജയും പൂർണ്ണമാകുന്നില്ല, ഒരു വഴിപാടും പൂർണ്ണമാകുന്നില്ല. ഭഗവാന്റെ സാന്നിധ്യം ഇല്ല എന്നുണ്ടെങ്കിൽ സകലതും മായി മാറുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വഴിപാടിന്റെ പൂർണ്ണ പ്രാപ്തിയിൽ ഇത് എത്തുവാൻ ആദ്യം തന്നെ നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടത് സാക്ഷാൽ ഗണപതി ഭഗവാനെയാണ്. ഗണപതി ഭഗവാൻ ഒരു കറുകമാലയും വാങ്ങി കയ്യിൽ ഒരു നാളികേരവുമായി ആ നടക്കൽ ചെന്ന് എവിടെയാണോ, ഏത് ക്ഷേത്രത്തിലാണോ വഴിപാട് ചെയ്യുന്നത് അവിടുത്തെ ഗണപതി പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ പോയി ഭഗവാനെ ഓം ഗം ഗണപതായി നമഃ ചൊല്ലി പ്രാർത്ഥിച്ച് ആ തേങ്ങ ഉടച്ച് ഭഗവാന് കറുകമാല ചാർത്തി, തിരുമേനിയുടെ സഹായത്തോടെ കറുകമാല ചാർത്തി അത് അണിഞ്ഞുകൊണ്ട് ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ഒരു വഴിപാട് ചെയ്യുവാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ സകല വിഘ്നങ്ങളും നീങ്ങി കിട്ടുവാനായിട്ട് ഓം ഗം ഗണപതയേ നമഃ എന്ന് കമന്റ് ആയിട്ടൊന്ന് അറിയിക്കണം. അപ്പോൾ ഈ ഒരു പുഷ്പാഞ്ജലി നേരെ അങ്ങ് പോയി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. ആദ്യം തന്നെ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മനസ്സിലുള്ള ആഗ്രഹം, മനസ്സിലുള്ള സ്വപ്നം, മനസ്സിലുള്ള ദുഃഖം അത് ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ച് ഭഗവാന്റെ സഹായത്തോടുകൂടി ഈ വഴിപാട് ചെയ്യാൻ എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, അതായത് ആദ്യം ചെയ്യേണ്ടത് ഗണപതി ഭഗവാന് കറുകമാലയും തേങ്ങയും ഉടയ്ക്കുക. 12 ഏത്തമിട്ട് ഓം ഗംഗണപതിയെ നമഃ ചൊല്ലിക്കൊണ്ട് ഈ ഒരു കാര്യം പൂർത്തിയാക്കുക.
എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നമുക്ക് ഈ വഴിപാട് ചെയ്ത് പൂർത്തീകരിക്കുവാനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുവാനും അവിടുത്തെ ഭഗവാനെ നമ്മൾ തൊഴാൻ പോകുന്ന ശിവക്ഷേത്രത്തിലെ ഭഗവാന് ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തുക. ഇത് നിങ്ങളുടെ വീട്ടിൽ മൊത്തത്തിലാണ് ഈ ഒരു വഴിപാട് ചെയ്യേണ്ടത്. വീടിന്റെ മൊത്തം ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ പേരും നാളും പറഞ്ഞു കൊടുത്ത് ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തുക. ആരെങ്കിലും ഒരാൾ പേര് പറഞ്ഞു കൊടുത്ത് അത് അങ്ങനെയല്ല, നിങ്ങൾ ഒരു വ്യക്തി എന്നോണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വഴിപാട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്താവുന്നതാണ്. അങ്ങനെ ആദ്യം ഇത് ചെയ്തു തുടങ്ങുന്ന ദിവസം അതൊരു തിങ്കളാഴ്ച ദിവസം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. മറ്റു ദിവസങ്ങൾ മോശം എന്നല്ല, തിങ്കളാഴ്ചയാണ് ശിവഭഗവാന്റെ ഏറ്റവും ഉത്തമം ഉള്ള ആ ഒരു ദിവസം, ഏറ്റവും വിശേഷപ്പെട്ട ദിവസം. ഒരു തിങ്കളാഴ്ച ദിവസം അമ്പലത്തിൽ പോയി ഗണപതി ഭഗവാനും ഞാൻ പറഞ്ഞ വഴിപാടുകളും ചെയ്ത് ശിവ സൂക്ത പുഷ്പാഞ്ജലി നിങ്ങളുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇതാദ്യം ചെയ്യേണ്ടത് ഒരു തിങ്കളാഴ്ചയാണ് ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച അല്ലെങ്കിൽ ഈ ആദ്യത്തെ ആഴ്ച കഴിഞ്ഞു വരുന്ന പ്രദോഷ ദിവസം, ഈ 2 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വേണം ഞാൻ ഈ പറയുന്ന പുഷ്പാഞ്ജലി നിങ്ങൾ ചെയ്യുവാനായിട്ട്. ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള പുഷ്പാഞ്ജലി എന്ന് പറയുന്ന ഈ പുഷ്പാഞ്ജലി ചെയ്യുവാൻ എന്ന് പറയുന്നത്, അതായത് ആദ്യത്തെ ആഴ്ച ഗണപതി ഭഗവാന്റെ വഴിപാട് ചെയ്ത് ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തി വഴിപാടിലേക്ക് പ്രവേശിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന രണ്ടാമത്തെ ആദ്യ ആഴ്ച ഇത് ചെയ്ത് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞു വരുന്ന പ്രദോഷ നാൾ എന്നാണോ കലണ്ടറിൽ നോക്കിയാൽ അറിയാം പ്രദോഷ എന്നാണ് ഉള്ളത്. ആ പ്രദോഷ നാളിൽ അല്ലെങ്കിൽ അമ്പലത്തിൽ ചോദിച്ചാലും മതി ആ പ്രദോഷ നാൾ എന്നാണ്. ഇത് നോക്കിയിട്ട് ആ പ്രദോഷ നാളിൽ വേണം അല്ലെങ്കിൽ രണ്ടാമത്തെ തിങ്കളാഴ്ച നാളിൽ വേണം ഈ പറയുന്ന വഴിപാട് ചെയ്യുവാനായിട്ട്. അന്നേ ദിവസം കുളിച്ച് ശുദ്ധിയായി എല്ലാ ഐശ്വര്യത്തോടും കൂടി ഒന്നുകിൽ അടുത്ത തിങ്കളാഴ്ച അല്ലെങ്കിൽ അടുത്ത പ്രദോഷ ദിവസം ക്ഷേത്രത്തിൽ പോയി ഭഗവാന് രുദ്രസൂക്ത പുഷ്പാഞ്ജലി നടത്തുക എന്നാണ്. രുദ്രസൂക്ത പുഷ്പാഞ്ജലി നമ്മൾ ചിലപ്പോൾ ഈ സ്റ്റാളിലൊക്കെ എഴുതിക്കുവാൻ ചെല്ലുന്ന സമയത്ത് നമുക്ക് അവിടെ ചോദിച്ചാൽ അറിയാം ഈ രുദ്രസൂക്ത പുഷ്പാഞ്ജലി സ്ഥിരം നടത്താറുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചില ക്ഷേത്രങ്ങളിൽ അത് സ്ഥിരം നടത്താറില്ല. അങ്ങനെയൊന്നുണ്ടെങ്കിൽ അവിടുത്തെ തിരുമേനിയോട് ചോദിച്ച് മുൻകൂട്ടി ഈ തീയതിയിൽ രുദ്രസൂക്ത പുഷ്പാഞ്ജലി നടത്തണമെന്ന് പറഞ്ഞു വെക്കണം. അപ്പോൾ എല്ലാ അമ്പലത്തിലും എല്ലാ ദിവസവും നടത്തി തരണമല്ലോ, അതുകൊണ്ടാണ് മുൻകൂട്ടി നമ്മൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ പറഞ്ഞു വെക്കണം. ആ പറഞ്ഞു വെച്ചുകൊണ്ട് രണ്ടാമത്തെ ആഴ്ച ചെല്ലുമ്പോൾ രുദ്രസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. ഈ രുദ്രസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതോടൊപ്പം തന്നെ കൂവളമാല കൂടി ഭഗവാന് സമർപ്പിക്കുക. നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും ഇതിന്റെ നിവാരണത്തിനും കാര്യവിജയത്തിനും കാര്യസിദ്ധിക്കും സർവ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും എല്ലാം തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ രുദ്രസൂക്ത പുഷ്പാഞ്ജലി നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം മംഗളമായി കിട്ടും. ആ രുദ്രസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്ന ദിവസം ഭഗവാന് അവിടുത്തെ അമ്പലം സ്റ്റാളിൽ നിന്ന് ഒരു കൂവളമാല കൂടി വാങ്ങി ചാർത്തി അല്ലെങ്കിൽ കൂവളമാല കൂടി നൽകി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രുദ്രസൂക്ത പുഷ്പാഞ്ജലിയും കൂവളമാലയും ഈ രണ്ടാമത്തെ ആഴ്ച നിങ്ങൾ പോകുന്ന സമയത്ത് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ മനസ്സിൽ ഭഗവാനോട് ആ പറഞ്ഞ കാര്യം, ഭഗവാൻ സമക്ഷം സമർപ്പിച്ച ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും, എല്ലാം മംഗളമായി കിട്ടും എന്നുള്ളതാണ്. ഒരുപാട് പേരെ രക്ഷിച്ച വഴിപാടാണ്, ഒരുപാട് പേരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തിയ ഒരു വഴിപാടാണ്. നിങ്ങളുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ തന്നെ ചെയ്യാം, ചെയ്തു നോക്കൂ, തീർച്ചയായിട്ടും ഫലം കിട്ടുന്നതാണ്. ജഗദീശ്വരനോട് ഞാനും പറഞ്ഞു ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവർക്കും ഈ വഴിപാട് കൊണ്ട് പൂർണ്ണ ഫലം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും പോയിട്ട് വഴിപാട് ചെയ്യുക, എല്ലാം മംഗളമായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്റെ സന്ധ്യാ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.